ആദ്യ അപ്ഡേറ്റ് ധനുഷിന്റെ കര സിനിമേന്റെയാണ്. പടത്തിന്റെ ഭാഗത്ത് നിന്ന് ഒഫീഷ്യൽ ക്യാരക്ടേഴ്സിന്റെ പോസ്റ്റേഴ്സ് ഡെയിലി പുറത്തു വരുന്നുണ്ട്. സിനിമേന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഏപ്രിൽ 30 റിലീസ്. സിനിമയുടെ ഭാഗത്ത് നിന്ന് ജയറാമേട്ടന്റെ പോസ്റ്ററും പുറത്തു വന്നിരിക്കുകയാണ്. മുത്തു സെൽവൻ കഥാപാത്രമായിട്ടാണ് സിനിമയിൽ വരുന്നത്. മമിത ബൈജു, ധനുഷ് എന്നിവരെയുള്ള പുതിയ സ്റ്റില്ലും നിലവിൽ പുറത്തു വന്നിരിക്കുകയാണ്. എന്തായാലും നല്ലൊരു മാർക്കറ്റിംഗ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ജി വി പ്രകാശ് മ്യൂസിക് ചെയ്യുന്ന സിനിമയിൽ വിഘ്നേഷ് രാജാണ് സംവിധാനം ചെയ്യുന്നത്. അദ്ദേഹത്തിന് കഴിഞ്ഞ സിനിമ പോർത്തൊഴിൽ എന്ന് പറഞ്ഞൊരു നല്ലൊരു ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ സിനിമയായിരുന്നു. ഞാൻ കണ്ടിരുന്നു ആ സിനിമ തിയേറ്ററിൽ. എന്തായാലും കരാ സിനിമയ്ക്ക് കാത്തിരിക്കാം നമുക്ക് ഏപ്രിൽ 30 അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ധനുഷിന്റെ 85ാമത്തെ സിനിമേന്റെയാണ്. പടത്തിൽ നമ്മുടെ മമ്മൂക്കയുടെ കഥാപാത്രം എന്താണെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആയിരിക്കുകയാണ്. പോലീസായിട്ടാണ് പടത്തിൽ വരാൻ പോകുന്നത്. ശരിക്കും നടന്ന കഥയെ ആസ്പദമാക്കിയിട്ടാണ് പടം വരുന്നത്. രാജ്കുമാർ പരമസ്വാമിയാണ് സിനിമ ഡയറക്ഷൻ. നമ്മുടെ ഹീറോയിനായിട്ട് സിനിമയിൽ ശ്രീലീല സായി പല്ലവിനെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും പടത്തിന്റെ നിലവിലെ ഷൂട്ടിങ്ങിൽ നമ്മുടെ മമ്മൂക്ക ജോയിൻ ആയിട്ടുണ്ട്. പടം ഷൂട്ടിംഗ് ചെന്നൈയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ധനുഷിന്റെ 85ാമത്തെ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട്. അടുത്ത അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ കാളിയൻ എന്ന് പറഞ്ഞ പൃഥ്വിരാജിന്റെ വമ്പൻ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന സിനിമയാണ്. പടം ഡ്രോപ്പ് ചെയ്തിട്ടില്ല എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. നിലവിലെ സിനിമയുടെ ബഡ്ജറ്റിന്റെ ഇഷ്യൂസും അതുപോലെ തന്നെ പടത്തിന്റെ ഈ പ്രീ പ്രൊഡക്ഷൻ വർക്കും നല്ലപോലെ വൈകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പടത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റും നിലവിൽ വരാത്തത്. എന്തായാലും കേൾക്കാൻ സാധിക്കുന്ന പടം ഡ്രോപ്പ് ചെയ്തിട്ടില്ലെന്നാണ്. എന്തായാലും കാത്തിരിക്കുന്ന നമുക്ക് കാളിയൻ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ തരുൺ മൂർത്തി ലാലട്ടൻ സിനിമയിൽ തന്നെയാണ്. L366 എന്ന് പറഞ്ഞ സിനിമ ഒരു ഗംഭീര പോലീസ് വേഷത്തിൽ വരുന്ന നമ്മുടെ ലാലട്ടൻ സിനിമ തന്നെയാണ്. പടത്തിന്റെ 50 ദിവസത്തെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. എന്തായാലും എല്ലാവരും കൂടിയിട്ട് ക്രൂ മെമ്പേഴ്സ് ആയിട്ട് സെൽഫി പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. എന്തായാലും നല്ല ട്രെൻഡിങ് ആവാൻ ചാൻസ് ഉണ്ട്. എന്തായാലും പടത്തിന്റെ 50 ദിവസം ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി സിനിമയുടെ ഷൂട്ടിംഗ് 70 ദിവസം ബാക്കിയാണ്. അത് മുംബൈ ഷെഡ്യൂളാണ് വരാൻ പോകുന്നത്. മെയ് മാസമാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മുംബൈ ഷെഡ്യൂൾ. കാത്തിരിക്കുകയാണ് ചെയ്യാൻ നമുക്ക്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ജയസൂര്യയുടെ കത്തനാർ എന്ന് പറഞ്ഞ മലയാള സിനിമേന്റെയാണ്. മലയാളത്തിൽ ഇനി വരാൻ പോകുന്ന ഒരു ബോളിവുഡിലെ തന്നെ ബിഗ്ഗസ്റ്റ് ബഡ്ജറ്റിൽ വരുന്ന സിനിമ തന്നെയാണ് കത്തനാർ. ശ്രീ ഗോകുലം മൂവീസ് ഒക്കെയാണ് സിനിമ നിർമ്മിക്കുന്നത്. ജയസൂര്യ, അനുഷ്ക ഷെട്ടിയൊക്കെയാണ് സിനിമയിൽ അഭിനയിക്കുന്നത്. രാഹുൽ സുബ്രഹ്മണ്യുണ്ണിയാണ് സിനിമയിൽ മ്യൂസിക്. നമ്മുടെ റോജിൻ തോമസ് ആണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. പടത്തിന്റെ ടീസർ ട്രെയിലർ മാർച്ച് 31 പുറത്തു വരാൻ പോവുകയാണ് ഉച്ചയ്ക്ക്. കാത്തിരിക്കാൻ നമുക്ക് കത്തനാർ സിനിമയുടെ ഒഫീഷ്യലായ ട്രെയിലറിനായിട്ട്. എന്തായാലും ഒരു വിസ്മയം ട്രീറ്റ് തന്നെയായിരിക്കും പടം. അടുത്ത അപ്ഡേറ്റ് ലീഡർ എന്ന് പറഞ്ഞ തമിഴ് സിനിമേന്റെയാണ്. ഈ ലെജൻഡ് സർവനെയാണ് സിനിമയിൽ അഭിനയിക്കുന്നത്. ഗബ്രൻ ആണ് സിനിമയിൽ മ്യൂസിക്. പടത്തിന്റെ റിലീസ് ഡേറ്റ് എന്നാന്നൊരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. കേൾക്കാൻ സാധിക്കുന്ന പുതിയ റിലീസ് തീയതി ഏപ്രിൽ 3 എന്നാണ്. എന്തായാലും ഏപ്രിൽ 3 നമ്മുടെ ലെജൻഡ് സർവനയുടെ സിനിമ റിലീസ് ചെയ്യാൻ പോവുകയാണ്. RS ദുർഗ സെന്തികുമാർ ആണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. അടുത്ത അപ്ഡേറ്റ് ഒരു ടീസർ അപ്ഡേറ്റ് തന്നെയാണ്. ഒരു സ്പെഷ്യൽ ബർത്ത്ഡേ ടീസർ വരാൻ പോവുകയാണ് പെഡി സിനിമയുടെ ഭാഗത്ത് നിന്ന്. നമ്മുടെ രാംചരന്റെ പിറന്നാൾ ദിനമാണ്. അതുകൊണ്ട് മാർച്ച് 27 രാവിലെ 11:07 പുറത്തിറങ്ങുകയാണ് സിനിമയുടെ ഒഫീഷ്യൽ ബർത്ത്ഡേ സ്പെഷ്യൽ ടീസർ. രാംചരൺ അതുപോലെ തന്നെ നമ്മുടെ ജൻവി കപൂറൊക്കെയാണ് സിനിമ അഭിനയിക്കുന്നത്. നമ്മുടെ റഹ്മാനാണ് മ്യൂസിക്. ഡയറക്ഷൻ നമ്മുടെ ബുജി ബാബു സെനയാണ്. ഉപ്പന്ന എന്ന് പറഞ്ഞ സിനിമയുടെ സംവിധായകൻ. ഏപ്രിൽ 30 സിനിമ വേൾഡ് വൈഡ് റിലീസ് പ്ലാൻ ചെയ്യുന്നത്. അടുത്ത അപ്ഡേറ്റ് വാഴ സിനിമയുടെ 2ാം ഭാഗത്തിന്റെ ട്രെയിലർ റിലീസ് അപ്ഡേറ്റ് ആണ്. പടത്തിന്റെ ട്രെയിലർ ലോഞ്ച് ഇവന്റ് മാർച്ച് 28 കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതും നമ്മുടെ ഫോറം മാളിൽ വെച്ചിട്ട്. എന്തായാലും ട്രെയിലർ മാർച്ച് 28 വൈകുന്നേരത്തോടെ ഓൺലൈനിലും പുറത്തു വരുന്നതാണ്. ഏപ്രിൽ 2 തന്നെയാണ് റിലീസ് മാറ്റമൊന്നുമില്ല. അതും എൻ്റെ പിന്നാലെ തന്നെയായിട്ട് പുതിയൊരു സ്പെഷ്യൽ പോസ്റ്ററും ഹാഷിറിന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നിരിക്കുകയാണ് ക്യാരക്ടറിന്റെ. വിപിൻ ദാസ് ആണ് സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കിയത്. നമ്മുടെ ഡയറക്ഷൻ നമ്മുടെ സവിൻ SA ആണ്. കാത്തിരിക്കുക ചെയ്യാൻ നമുക്ക് കൂടുതൽ സിനിമാ വാർത്തകൾ കഴിയും. ആദ്യം കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ്.